അല്ലയോ അഗ്നിഭഗവാനെ, ജ്ഞാനസ്വരൂപനും ജഗത് പ്രകാശകനുമായ അങ്ങ് ഞങ്ങളുടെ മാർഗദർശിയായാലും പ്രഭാതപുണ്യത്തിൽ പ്രോജ്വലിപ്പിച്ച ഈ അഗ്നി ഒരു ദിവസത്തിന്റെ മുഴുവൻ ഉണർവും ചൈതന്യവുമാണ്. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന ഔഷധമായും രോഗാതുരമായ ജീവിതങ്ങൾക്ക് ആശ്വാസമായും ചികിത്സാ നൈപുണ്യത്തിനു മീതെയുള്ള അനുഗ്രഹമായും അത് നിറയുമ്പോൾ ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലെ ഒരു ദിവസത്തിന് ശുഭാരംഭമായി. വിധിപ്രകാരമുള്ള അഗ്നിഹോത്രത്താൽ എന്നും പൂജിതമാകുന്ന ഈ യജ്ഞഭൂമിയിലെ ഇളം തെന്നലിന് പോലും സൗഖ്യമേവാനുള്ള സിദ്ധിവിശേഷങ്ങളുണ്ട്. മാറാവ്യാധികൾക്കും ആകുലതകൾക്കും സുനിശ്ചിതമായ സിദ്ധൌഷധങ്ങളുമായി നിലകൊള്ളുന്ന ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തിനടുത്ത് പടിഞ്ഞാറേക്കരയിൽ തുറുവേലിക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ്. വൈക്കത്ത് നിന്ന് കോട്ടയത്തിനുള്ള വഴിയെ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. വിശാലമായ പച്ചപ്പിന് നടുവിൽ ആശ്രമസമാനമായൊരു ആതുരാലയം തലയുയർത്തി നിൽക്കുന്നു. കേരളത്തനിമയുള്ള ഒരു നാലുകെട്ടിൻ്റെ മാതൃകയിൽ തികച്ചും ഒരു ഗൃഹാന്തരീക്ഷത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പൂക്കളും ഔഷധസസ്യങ്ങളും കുളങ്ങളും തോടുകളുമെല്ലാം ആരുടെയും മനസ്സിനെ ആകർഷിക്കുവാൻ പോന്നതാണ്. രോഗം ഇവിടെ ആശ്വാസത്തിനു വഴിമാറുന്നു. താളിയോലകളിൽ നാരായ മുനകളിലൂടെ അനേക തലമുറകൾ കൈമാറിയ ആയുർവേദത്തെ അതിൻ്റെ തനിമയും പഴമയും പ്രൗഢിയും ഒട്ടും ചോർന്നു പോകാതെ പ്രായോഗിക തലത്തിൽ സാധ്യതമാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും പ്രധാന ചികിത്സകനും ഒരാളാണ് ഡോക്ടർ വിജിത്ത്. ബാംഗ്ലൂരിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ നിന്നും ബിരുദം നേടിയ ശേഷം പാലക്കാട്ടെ പ്രസിദ്ധമായ പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൽ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർ വിജിത്ത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ റിസർച്ച് സെന്ററിൽ കേരളത്തിലെ വൈദ്യപാരമ്പര്യത്തെപ്പറ്റി ഗവേഷണവും നടത്തുന്നുണ്ട്. പ്രശസ്ത ആയുർവേദാചാര്യൻ വള്ളൂർ മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കീഴിൽ അഷ്ടാംഗഹൃദയം മുഖാമുഖം പഠിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള സേവാ അക്കാദമിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആയുർവേദ ഫോർ അലോപ്പതി ഡോക്ടേഴ്സ് എന്ന പാഠ്യപദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള 4 അധ്യാപകരിൽ ഒരാളാണ് ഡോക്ടർ വിജിത്ത്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ അക്കാദമി ഓഫ് ആയുർവേദിക് സ്റ്റഡീസിൽ പ്രധാന അധ്യാപകനും കരിക്കുലം ബോർഡ് അംഗവുമാണ് ഡോക്ടർ വിജിത്ത്. അദ്ദേഹത്തിന് ലോകമെമ്പാടും വലിയൊരു ശിഷ്യസമ്പത്ത് തന്നെയുണ്ട്. ആയുർവേദത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാൻ വിദേശീയരായ പല പ്രഗത്ഭ ഡോക്ടർമാരും ഈ സ്ഥാപനത്തെയാണ് ആശ്രയിക്കുന്നത്. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ഒരു വൈദ്യൻ, ഒരു ആയുർവേദം വളരെ ആധികാരികമായിട്ടൊരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച ഒരു വൈദ്യൻ ആയുർവേദത്തിൻ്റെ ആചരണത്തിനും പ്രചരണത്തിനും വേണ്ടി നടത്തുന്ന ഒരു സ്ഥലമാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകത. അതിൻ്റെ ഗുരുനാഥൻ ഒരു ഗുരു ദക്ഷിണയായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. സ്വയം ആചരിക്കുക, ശാസ്ത്രം അതിലൂടെ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാതെ ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല, അല്ല, ഒരു ഉപാസനയാണ്. ഞാൻ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷിപ്പാണ്. ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും മഹത്തരമായ ഒരു എക്സ്പ്രഷനാണ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂർത്തിയെ ഉപാസിക്കുന്നത് പോലെ തന്നെയാണ് ചികിത്സ. അഗ്നിഹോത്രം എന്ന് നമ്മളിവിടെ ദിവസവും ചെയ്യുന്ന ആ ക്രിയ പോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിലും ഒരു അഗ്നി ഉണ്ട് എന്നാണ്. ഒരു ദഹനശക്തിയായിട്ടോ അല്ലെങ്കിൽ പചനശക്തിയായിട്ടോ മെറ്റബോളിക് എനർജി ആയിട്ടോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തിലേക്ക്, ആ അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കൽ തന്നെയാണ് ചികിത്സ. ഓരോ തുള്ളി എണ്ണയും ഓരോ തുള്ളി കുഴമ്പും ഓരോ തുള്ളി കഷായവും അല്ലെങ്കിൽ ഓരോ തുള്ളി ഘൃതം നെയ്യോ ഒക്കെ ആ അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന ഒരു ഹവിസ് തന്നെയാണ്. ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും വൈദ്യപരിശോധന തികച്ചും സൗജന്യമാണ്. അതുപോലെ തന്നെ നമ്മൾ തന്നെ രോഗികൾക്കായിട്ട് ഇവിടെ മരുന്നുകൾ നിർമ്മിക്കുന്നു. അതിനുവേണ്ടി മാത്രമായിട്ട് നമുക്ക്
ഒരു ഔഷധ നിർമ്മാണശാലയുണ്ട്, ഔഷധശാലയുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളുടെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൻ്റെ ഒരു അതിപ്രസരം കാരണം അതിൻ്റെ ക്വാളിറ്റി കുറയുന്നു. അത് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ആദ്യം ഉണ്ടായിരുന്ന ക്വാളിറ്റി കുറച്ച് കാലം കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം അതേ സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക മരുന്ന് ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി മാത്രം അത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് നമുക്കത്. അതുപോലെ തന്നെ എല്ലാ ചികിത്സകളും, അത് കിടത്തിയിട്ടുള്ള ചികിത്സയാണെങ്കിലും അല്ലെങ്കിൽ വന്നു പോയിട്ട് OP ബേസിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിർമ്മിച്ച് നൽകുന്ന മരുന്നുകളാണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, സാധാരണക്കാരനും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള മരുന്നുകളാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതുപോലെ തന്നെ രോഗത്തിന് നമുക്ക് ചികിത്സ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഏരിയ. ഇവിടെ കിടന്ന് ചികിത്സിക്കുന്ന അവസരത്തിൽ നമ്മൾ ഓരോ വ്യക്തിയുടെയും അസുഖത്തിനും അയാൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു ദിനചര്യ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അയാൾ കിടക്കുന്ന സമയം വരെയുള്ള എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ ചെയ്യുന്ന ചികിത്സകൾക്കും അതുപോലെ തന്നെ അയാളുടെ രോഗത്തിനും അനുസരിച്ചിട്ട് ചിട്ടപ്പെടുത്തി നിർദ്ദേശിക്കുക എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ആയുർവേദത്തിൻ്റെ പലപ്പോഴും അലോപ്പതിയിൽ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ പദ്ധതികളിൽ ചികിത്സിക്കാൻ കഴിയാത്ത നിരവധി അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായ, പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു സന്ധിരോഗം, ഈവൻ റുമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന മറ്റൊരു സന്ധിരോഗം, നിരവധി അലോപ്പതിയിലോ അല്ല മറ്റ് ചികിത്സാ പദ്ധതികളിലോ ചികിത്സയില്ലാത്ത നിരവധി അസുഖങ്ങൾക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു കഴിവ് ആയുർവേദത്തിനുണ്ട്. ഇത് ഒരു സുഖവാസ കേന്ദ്രമല്ല, അല്ലെങ്കിൽ ഒരു സുഖചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമല്ല. ധാരാളം ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും പല മാറാവ്യാധികളുമായിട്ട് ഇവിടെ എത്താറുണ്ട്. അങ്ങനെ ധാരാളം വിദേശികൾ ഇവിടെ വരുന്നത് കൊണ്ട് മറ്റു പലരും ഇതൊരു സുഖവാസ കേന്ദ്രമാണെന്ന് ധരിച്ച് വശമായിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. ഇത് അസുഖങ്ങൾക്ക് മാത്രം ചികിത്സിക്കുന്ന, പ്യുവർലി ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു ആയുർവേദത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മളുടെ ആയുർവേദത്തിൻ്റെ ഒരു യഥാർത്ഥ സദ്ഭാവം, അതിനുവേണ്ടി ഈ ഒരു സ്ഥാപനത്തെ ഉപയോഗിക്കുക, അതാണ് നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫലപ്രദമായ ചികിത്സാ നൈപുണ്യം കൊണ്ട് ഈ സ്ഥാപനം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണക്കാർക്ക് പോലും പ്രാപ്യമായ ചികിത്സാ നിരക്കുകളും മനഃശാന്തി പകരുന്ന അന്തരീക്ഷവും ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. ഇവിടെ ചികിത്സ തേടിയെത്തിയ ചിലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നതാണ്. എൻ്റെ പേര് രാധ, വെച്ചൂരാണ് എൻ്റെ വീട്. ഒരു 5 വർഷം മുമ്പ് ഒരു അണലിയാണ് എന്നെ പെരക്കകത്ത് നിന്ന് കടിച്ച്. വെളുപ്പിനെ 6 മണിക്കാണ് എഴുന്നേറ്റപ്പം പെരക്കകത്ത് തന്നെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് തന്നെ എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 23 ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു. അത് ഇച്ചിരി ഭയങ്കര കൂടിയ വിഷമായിരുന്നു. അത് കിഡ്നിക്കൊക്കെ ബാധിക്കും, മരിച്ചു പോകുമെന്ന് എല്ലാവരും പറയുകയും ചെയ്തതാണ്. അവിടെ നിന്ന് 23 പക്കം അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് കാല് കൊമള കൊത്തി ഇങ്ങനെ വിഷം ചൊള്ളച്ച് കിടന്നിട്ട് അത് അവർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാല് ഭയങ്കര വ്രണമായിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ദിവസവും ഡ്രസ്സ് ചെയ്യാനായിട്ട് അടുത്ത ആസ്പത്രിയിൽ കൊണ്ടുപോകും. അവരും അത് ഭയങ്കര പ്രയാസമാണ്, ഉണങ്ങാൻ വേറെ മാംസം വയ്ക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നീട് ഇവിടെ ഇങ്ങനെ വന്ന് ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടു. അല്ലെങ്കിലും ആയുർവേദം ചെയ്താലേ ഉണങ്ങുള്ളെന്ന് പലരും പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് 1 മാസത്തിനകം എൻ്റെ കാല് പൂർണ്ണമായിട്ടും ഉണങ്ങിക്കിട്ടി. അണലി വിഷം മൂലമുണ്ടായ ഉണങ്ങാത്ത ഒരു വ്രണത്തിൻ്റെ കേസായിരുന്നു അത്. രോഗി 23 ദിവസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഉണങ്ങാത്ത ഒരു വ്രണവുമായിട്ടാണ് ഇവിടെ എത്തിയത്. സാധാരണ അണലി കടിച്ചുണ്ടാകുന്ന വ്രണം ഉണങ്ങാൻ വളരെ പ്രയാസമാണ്. ഉണങ്ങിയാലും അത് പിന്നീട് ഉണ്ടായാൽ അതുപോലെ തന്നെ തൊലിപ്പുറമേയുള്ള മറ്റ് പല വികാരങ്ങളും ഉണ്ടാക്കാം. ഇവിടുത്തെ ഏകദേശം 1 മാസം 1.5 മാസം നീണ്ടു നിൽക്കുന്ന പുറമേയും അകമേയുള്ള ഔഷധ സേവയും ചില ചികിത്സകളുടെയും ഫലമായിട്ട് അത് പൂർണ്ണമായി ഉണങ്ങുകയും യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഉണങ്ങുകയും അത് പിന്നീട് മറ്റൊരു വികാരവും അവർക്ക് ഉണ്ടാകാതെ, അതാണ് മറ്റൊരു സവിശേഷത. വേണ്ട രീതിയിലൊരു അസുഖം ചികിത്സിച്ചാൽ ആ അസുഖം ഭേദമാകുന്നതോടുകൂടി അവർക്കുള്ള മറ്റു പല അസുഖങ്ങളും കൂടെ ഇല്ലാതാവുന്നൊരവസ്ഥയുണ്ട്. അതിന് ഒരു വലിയ ഉദാഹരണമാണ് രാധയുടെ ഈ കേസ്. ഒരു 2 വർഷത്തിന് മുന്നാണ് ഒരു ദിവസം രാത്രി ഒരു 3 മണിയായ നേരത്ത് എന്തോ കാലിൽ നൈറ്റിൻ്റെ അഴിവഴി വന്ന് കാലിലെന്തോ കടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാലിന് ഭയങ്കര വേദന, ഇങ്ങനെ ചൊടിച്ചിട്ട് പോലെയൊക്കെ ഉണ്ടായി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു മരുന്ന് പുരട്ടിയും തന്നു. പിന്നെ വായിലിട്ട് കഴിക്കാനൊരു മരുന്ന് തന്നു. അതും കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ്
കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് വേദനയൊക്കെ കൂടുതലും തലയ്ക്കൊക്കെ മന്തിപ്പ് പോലെയൊക്കെ ആയി, ആകെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയി. പിന്നെ പെട്ടെന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോരുകയും ചെയ്തു. ഇപ്പോൾ അതിനിടയ്ക്ക് പിന്നെ മൂത്രമൊക്കെ പോകാണ്ടായി, വയറിനൊക്കെ ഭയങ്കര ഒരു വിഷമം, ഭയങ്കര ഒരു ഇതുപോലെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ച് ഇവിടെ വന്ന് വന്നപ്പോൾ തന്നെ ഡോക്ടർ ഒരു ഗിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് ആ കടിച്ച ഭാഗത്ത് ചൂടാണോ തണുപ്പാണോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചൂടായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വേറൊരു മരുന്ന് വായിലിട്ട് ചവയ്ക്കാനായിട്ട് തന്ന്, അത് ചവച്ചപ്പോൾ പുളിയാണോ ചവർപ്പാണോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പം പുളിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ തലയ്ക്കൊക്കെ ഭയങ്കര മന്തിപ്പ് പോലെയും തലവേദനയൊക്കെ നന്നായിട്ടുണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കൂടെ വന്ന 3 പേരെ വായിൽ ഒരു മരുന്നിട്ട് കൊടുത്തിട്ട് ചവച്ചിട്ട് നെറുകയിലും 2 ചെവിയിലൂടെ ഊതാൻ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയ്ക്കുള്ള ആ വിഷമമൊക്കെ മാറുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കടിച്ച ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ റൂമിലകത്ത് കൊണ്ടുപോയി എരിക്കും അങ്ങനെ കിഴി പിടിച്ച് ഒരു മണിക്കൂറോളം അങ്ങനെ ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് തന്നെ അത് കിഴി പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വേദനയുള്ള ഭാഗത്ത് ആ കടിച്ച ഭാഗത്ത് മാത്രം നന്നായിട്ട് ഇത്തിരി വേദന പോലെ ഉണ്ടായി. അത് പിന്നെ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഒരുമാതിരി കുറവൊക്കെ ഉണ്ടായി. പിന്നെ വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് അത്താഴം കഴിക്കേണ്ടെന്നും ഉറക്കം വിളച്ചിരിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ട്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കഷായം തുടങ്ങാനും പറഞ്ഞു. 2 ആഴ്ചത്തോളം കഷായവും കഴിച്ച് പിന്നെ 1 മാസത്തോളം ഞങ്ങൾ പഥ്യം എടുത്ത് ഇപ്പോൾ ആ പാട ഒന്നുമില്ല, നല്ല സുഖമായിട്ടിരിക്കുന്നു. സജിതയുടെ കേസ് മണ്ഡലി വിഷത്തിൻ്റെ ഒരു കേസാണത്. അവർക്ക് എന്താണ് കടിച്ചത് എന്നറിയാതെ വേറൊരു സ്ഥാപനത്തിൽ പോയി ചികിത്സിച്ച് ഇവിടെ എത്തിയ കേസാണ്. അത് മണ്ഡലിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒന്ന് ആ കടിപ്പാട്, കടിച്ച ഭാഗത്തുള്ള, അതായത് ബൈറ്റ് മാർക്ക്, സ്നേക്ക് ബൈറ്റുള്ള മാർക്കിൻ്റെ പ്രത്യേകത, ആ ഭാഗത്തുള്ള ലക്ഷണങ്ങൾ, ആ ഭാഗത്തുള്ള പ്രത്യേകിച്ച് ചൂട്, അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഒരു ഒറ്റമരുന്നുണ്ട്. ആ മരുന്ന് അതിൻ്റെ യഥാർത്ഥ രുചി കയ്പ്പാണ്. അത് അവർ കഴിക്കുമ്പോൾ അവർക്ക് കയ്പ്പല്ല തോന്നുന്നത് പുളിപ്പാണ്. ആ രസത്തിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന തരത്തിലുള്ള പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. മറ്റ് ലക്ഷണങ്ങളും കടിപ്പാടും നോക്കിയതിൽ നിന്ന് മണ്ഡലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തലയിലേക്ക്, ബ്രെയിനിലേക്ക് വിഷം ബാധിക്കുന്നു എന്ന് കണ്ടതിന് പ്രതിവിധിയായിട്ടാണ് ഊത്ത് എന്ന ചികിത്സ ചെയ്തത്. കാതിലും നെറുകയിലും ഊതിയത്. അതുപോലെ തന്നെ വളരെ വിശേഷമായിട്ടുള്ളൊരു കിഴി, എരുക്കല കിഴി, അത് ആ വേദനയും നീരും ഉള്ള ഭാഗത്ത് ചെയ്യുകയുണ്ടായി. അതിലൂടെയാണ് അവർ, അതുപോലെ തന്നെ മൃത്യുഞ്ജയം എന്നുള്ള ഒരു അകതം, ഒരു വിഷഹരമായിട്ടുള്ള ഒരു മരുന്നകത്തേക്ക് കൊടുക്കുകയുണ്ടായി. അതായിരുന്നു ആ കേസിനുള്ള ചികിത്സ. അത് പൂർണ്ണമായിട്ട് ഭേദമായി. ഇന്നിപ്പോൾ 2 വർഷമായ മറ്റു വികാരങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല, മറ്റ് അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടുമില്ല. അതാണ് ആയുർവേദത്തിലൂടെ ഉള്ള വിഷചികിത്സയുടെ ഒരു വലിയ മഹത്വം തന്നെ. എൻ്റെ പേര് ബേബി, പടിഞ്ഞാറക്കരയാണ് സ്ഥലം. എനിക്ക് മേത്തിന് ആദ്യമായിട്ടൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടായി, ഒരു പാടൊക്കെ ഉണ്ടായി. പിന്നെ അത് കൂടുതലായി, മേലെ മുഴുവനായി. പിന്നെ ഞാൻ കുറേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, എന്നിട്ടും കുറഞ്ഞില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇവിടെ വന്ന് ഞാൻ ആയുർവേദം കഴിച്ച് ഇവിടെ വന്നൊരു 5-8 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ഒരുമാതിരി നല്ലപോലെ കുറവായി. ഒരു 2 മാസം പൂർണ്ണമായിട്ട് മരുന്ന് കഴിച്ചപ്പോൾ നല്ലപോലെ കുറഞ്ഞു. ഇപ്പോഴും ഞാൻ ചെറിയ രീതിയിൽ മരുന്ന് കഴിക്കുന്നുണ്ട്. പാടൊക്കെ മൊത്തം പോയി. ബേബിയുടെ കേസ് സോറിയാസിസ് എന്ന അലോപ്പതിയിൽ പറയുന്ന ഒരു ത്വക്ക് രോഗമാണ്. ആയുർവേദത്തിലൂടെ പരിശോധിച്ചപ്പോൾ അത് ഉത്താന വാതരക്തം എന്ന അസുഖമായിട്ടാണ് ഞാനതിനെ ഡയഗ്നോസ് ചെയ്തത്. ഇവിടെ കിടത്തി ചികിത്സയാണ് പ്രധാനമായിട്ടുണ്ടായത്. സ്നേഹപാനം, രക്തമോക്ഷണം, സ്ഥിര വെയിൻ പങ്ക്ചർ ചെയ്ത് രക്തം എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു ചികിത്സ, അതുപോലെ തന്നെ വിരേചനം, അങ്ങനെയുള്ള ശോധന ചികിത്സകളാണ് പ്രധാനമായി നൽകിയത്. ആ കേസിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു, വളരെ ശരീരം മുഴുവൻ വ്യാപിച്ച് വളരെ ആഴത്തിലുള്ള മുറിവുകളോട് കൂടിയ ഒരു സ്കിൻ ലീഷനായിരുന്നു. വളരെ വലിയ സ്കിൻ ലീഷൻസ് ആയിരുന്നു. എന്തായാലും ഏതാണ്ടൊരു 3 ആഴ്ച നീളുന്ന ശോധന ചികിത്സകളിലൂടെ തന്നെ ഒരു പുതിയ സ്കിൻ ലെയർ തന്നെ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ 2 വർഷത്തോളമായി അദ്ദേഹത്തിന് ചികിത്സ കഴിഞ്ഞിട്ട് പൂർണ്ണമായി ഭേദമായിരിക്കുന്നു. എൻ്റെ പേര് അമൃത് ഘോഷ്. ഇവിടെ വൈക്കപ്രയാറാണ് വീട്. എനിക്ക് 3 വർഷമായി വയറിന് സഹിക്കാനാവാത്ത വേദനയാണ്. ഇപ്പോൾ ഇവിടെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിച്ചു. അവരെല്ലാവരും മരുന്ന് തന്നുവെങ്കിലും മരുന്ന് തന്ന് പല സ്കാനിങ്ങും ചെയ്തു, MRI ഉൾപ്പെടെ സ്കാനിങ്ങും ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു. അവിടുന്ന് പല മരുന്ന് തന്നു, എങ്കിലും ആ വേദന മാറുന്നില്ലായിരുന്നു. അവസാനമാണ് ഇവിടെ ആയുർവേദ മരുന്ന് കഴിക്കാമെന്നോർത്ത് ഇവിടെ വന്നത്.
എന്നിട്ട് ഇപ്പോൾ 5-6 മാസത്തോളമായി ഇവിടുന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നീട് ഈ സമയം വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അമൃത് ഘോഷിൻ്റേത് ഒരു വാതിയ ഗുൽമം എന്ന ഒരു അസുഖമായിട്ടാണ് ഞാൻ ഡയഗ്നോസ് ചെയ്തത്. അതിന് അവർ നിരവധി ചികിത്സകൾ ചെയ്തു. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ വളരെ അനുഭവമുള്ള ചില ഔഷധ യോഗങ്ങൾ അകത്തേക്ക് കൊടുക്കുകയും വളരെ കണിശമായ പഥ്യം 1 വർഷക്കാലം നോക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഔഷധങ്ങൾ കഴിക്കുകയും ആഹാരത്തിലുള്ള പഥ്യം നോക്കുകയും ചെയ്തതിന് ശേഷം ഒരിക്കൽ പോലും വേദന പിന്നീട് ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ തോതിൽ 1-2 തവണ ചെറിയ ക്രാംസ് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ഇതും പഥ്യത്തിൻ്റെയും ആയുർവേദത്തിൻ്റെ ഔഷധങ്ങളുടെ വീര്യത്തിൻ്റെയും ഒരു വലിയ ഉദാഹരണമാണ്. ഇങ്ങനെ എത്രയോ പേർക്ക് ഈ സ്ഥാപനം അഭയവും ആശ്വാസവും ജീവിതത്തിലേക്ക് തിരിച്ചുവരവിന് നിമിത്തവുമായിട്ടുണ്ട്. ആയുർവേദത്തിന് ഒരുപാട് പ്രാധാന്യവും പ്രചാരവും ഉള്ളൊരു കാലഘട്ടമാണിത്. ഈ ഒരു സമയത്ത് ഡോക്ടറിൻ്റെ വീക്ഷണം എന്താണ് ആയുർവേദത്തെക്കുറിച്ച്? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഒരു സംസ്കാരമാണ് വൈദിക സംസ്കാരം, വേദ സംസ്കാരം. ആയുർവേദം ഒരു വേദ അംഗമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. നമുക്കതിനെ സാധാരണ ഒരു റാഷണൽ സയൻസായി നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ അന്തസ്സത്ത നഷ്ടപ്പെട്ടു പോകും. ആയുർവേദം എന്ന വാക്ക് 2 വാക്കുകൾ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ആയുസ്, വേദം എന്ന ആയുഷ വേദം. ആയുസ് എന്നതിനെ ആയുർവേദം ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും തമ്മിൽ ചേർന്ന് ഒന്നായി നിലനിൽക്കുന്ന ഒരു പ്രതിഭാസം എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരാളുടെ ആയുസ്സിനെ, ജീവിതത്തെ മനസ്സിലാക്കുന്ന ഒരു വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ നോളജ്. വേദന എന്നുള്ള വാക്ക് വേദത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് ആയുർവേദം മറ്റ് ആരോഗ്യ ശാഖകൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യാസമാകുന്നത് പക്ഷേ ഒരു രോഗി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ ശരീരത്തെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, മറിച്ച് അയാളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആത്മാവിനെയും കൂടെ തൊട്ടറിഞ്ഞ് ഏതവസ്ഥയിലാണ് ആ രോഗി, ഏതിൽ നിന്നാണ് അസുഖം ഉണ്ടാവുന്നത്, മനസ്സിൽ നിന്നാണോ അസുഖം ഉണ്ടാവുന്നത്, അതോ ശരീരത്തിൽ നിന്നാണോ അസുഖം ഉണ്ടാവുന്നത്, അതോ ഇന്ദ്രിയങ്ങളിൽ നിന്നാണോ, ഇനി എവിടെയാണ് ഈ രോഗം അധിഷ്ഠിതമാവുന്നത് എന്നുള്ള രീതിയിൽ ഒരു രോഗിയെയും രോഗത്തെയും തിരിച്ചറിയുമ്പോഴാണ് അത് ആയുർവേദമായി മാറുന്നത്. ഒരിക്കലും ഇത് പൂർണ്ണമായ ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, ഒരു ജീവിത ദർശനമാണ്, സമ്പൂർണ്ണമായൊരു ജീവിത ദർശനമാണ്. അതെന്ന് പറയാൻ കാരണം ആയുർവേദത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായ ഒരാളുടെ ആരോഗ്യത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. അതെ, ഹെൽത്ത്. അതെ, അതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേതാണ് ആതുരസ്യ വികാരപ്രശമനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരാൾ ആതുരനായാൽ, അസുഖം ഉണ്ടായാൽ അയാളുടെ അസുഖത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുക. ഒരു സമ്പൂർണ്ണമായ ജീവിത ദർശനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അസുഖം വരുമ്പോൾ ചികിത്സിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു രോഗിയെയും രോഗത്തെയും ഈ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി. അങ്ങനെ ചെയ്യുമ്പോഴേ ഒരുപക്ഷെ ദ ഓൾഡസ്റ്റ് ഹോളിസ്റ്റിക് മെഡിസിനായിട്ട് ആയുർവേദം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു, നാച്ചുറൽ മെഡിസിനായിട്ട് ആയുർവേദം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. രോഗിയുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു, ആ വിഷമങ്ങളെ തൊട്ടറിയുന്നു, ശാസ്ത്രീയമായി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിലാക്കുന്നു. അവിടെയാണ് ആയുർവേദത്തിൻ്റെ ഹൈറ്റും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നൊരു സ്പെക്ട്രത്തിൽ ഒരു വ്യക്തി എവിടെ നിൽക്കുന്നു, അയാൾ എന്തുകൊണ്ട് ഡിസീസ്ഡായി അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഹെൽത്തി ആയി എന്ന് മനസ്സിലാക്കുന്ന ഒരു വേ ഓഫ് തിങ്കിങ്. It's rather a way of thinking. It's a way of living as well. നമ്മുടെ ഈ ചികിത്സാ കേന്ദ്രത്തിൽ എന്തെല്ലാം വിഭാഗങ്ങളാണുള്ളത്? നമുക്ക് പ്രധാനമായിട്ട് 4 ചികിത്സാ വിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന് കായ ചികിത്സാ വിഭാഗം, അതായത് മോഡേൺ മെഡിസിനിൽ ജനറൽ മെഡിസിൻ, ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്ന വിഭാഗം. രണ്ടാമത്തേത് വിഷചികിത്സാ വിഭാഗം, പാമ്പ് കടി മൂലമോ അല്ലെങ്കിൽ വെട്ടുകാലി വിഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് വിഷം തീണ്ടിയിട്ട് വരുന്ന രോഗികളെ ചികിത്സിക്കുന്ന വിഭാഗം. ഈ 2 വിഭാഗങ്ങളും പ്രധാനമായിട്ട് എൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് സ്ത്രീരോഗ വിഭാഗമാണ്. സ്ത്രീരോഗ വിഭാഗം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആർത്തവ സംബന്ധമായ രോഗങ്ങളും ഗർഭിണി കാലത്തുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്ന വിഭാഗമാണ് സ്ത്രീരോഗ വിഭാഗം. നമുക്ക് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് നമുക്ക് പറയാം ഒരുമിച്ച്. അത് എൻ്റെ വൈഫായിട്ട് ഉള്ള ഡോക്ടർ വിദ്യാ വിജിത്ത്, പിന്നെ എൻ്റെ ഒരു ജൂനിയർ ഡോക്ടറും കൂടിയുണ്ട്, ഡോക്ടർ മറീന ജോസഫ്. ഈ 2 പേരാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് മർമ്മ ചികിത്സാ വിഭാഗവും ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് കോട്ടയം പുതുപ്പള്ളിയിൽ
ഉള്ള ജയശങ്കർ കളരിയിലെ പ്രശസ്ത മർമ്മ ചികിത്സകനായിട്ടുള്ള ശ്രീ ബൈജു ഗുരുക്കളാണ്. അദ്ദേഹം കളരിപ്പയറ്റ് കേരള സംസ്ഥാന അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. പ്രശസ്തനായ ഒരു ചികിത്സകനാണ്. ഈ 4 വിഭാഗങ്ങളാണ് ഈ 3 പേരുടെ കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആയുരാരോഗ്യം എന്ന മനുഷ്യ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ആയുർവേദത്തിൻ്റെ സാധ്യതകളിലേക്കുള്ള വാതായനമാണിത്. സ്ത്രീകളുടെ രോഗങ്ങളാണല്ലോ ഡോക്ടർ വിദ്യ ഇവിടെ ചികിത്സിക്കുന്നത്. ഇവിടെ വരുന്ന സ്ത്രീകളിൽ പ്രധാനമായി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായും ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പിന്നെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പം കൂടുതലായിട്ടും ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന, അങ്ങനെയാണ് പ്രധാനം. ഛർദി, അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കൂടുതൽ വരാറുണ്ട്. അപ്പം ഈ കാലത്ത് അങ്ങനെ വരുന്ന ഛർദിക്കൊക്കെ ശരിക്കും ചികിത്സയുണ്ട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതചര്യയാണ് ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ശരിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക കൃത്യമായിട്ടുള്ള ബാധിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പം ശരീരത്തിന് ഇങ്ങനെ ഗ്യാസും ഉണ്ടാവുക, അതാണ് പ്രധാനമായിട്ട് ഈ വേദനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സ തന്നെ. അതിനൊപ്പം തന്നെ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതോട് കൂടിയിട്ട് ശരിക്കും ഒരു ശുദ്ധി ഉണ്ടാവും. ഈ ആർത്തവ സംബന്ധമായ രോഗങ്ങളല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്? ആർത്തവ പ്രധാനമായിട്ട് പിന്നെ ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഇങ്ങനെ സന്ധിവാതം പോലെയുള്ള രോഗങ്ങളും ഉണ്ടാകാറുണ്ട് സ്ത്രീകൾക്ക്. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ബാക്ക് പെയിൻ. അതിനുള്ള ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഗർഭാശയ സംബന്ധമായിട്ടുണ്ടാവുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ നടുവേദന ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ പോലെ പ്രസവാനന്തരമായിട്ടുണ്ടാകുന്ന നടുവേദന. അതെ. അതും ഈ ശരിക്കുള്ള പ്രസവചര്യ കിട്ടാത്തതുകൊണ്ടായിരിക്കും മിക്കപ്പോഴും അങ്ങനെ അതിനുശേഷം നടുവേദന ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മാസം വരെ സൂതിക എന്നാണ് പറയുന്നത് പ്രസവം കഴിഞ്ഞ സ്ത്രീയെ. ആ 1.5 മാസം അതെ ആ 1.5 മാസം അവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുകയും ശരിക്കും ആഹാരത്തിലും മരുന്നിലും എല്ലാത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അതാണല്ലോ നമ്മളുടെ നാട്ടിലൊക്കെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, ഈ വിദേശ രാജ്യത്ത് ഇതുപോലെ ഈ പ്രസവാനന്തര ചികിത്സ ഇല്ല, പക്ഷെ അവർക്കും ഉണ്ടാവും ഈ ബാക്ക് പെയിനും പ്രശ്നങ്ങളും. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന മിക്ക രോഗികളും ഇതേ കാരണം പറയാറുണ്ട്. അവരിവിടെ ഇങ്ങനെ ഒരു ജീവിതചര്യ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അവർക്ക് അത് കാരണം തന്നെ പല അസുഖങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഗർഭസംരക്ഷണത്തിനും പിന്നെ പ്രസവത്തിന് ശേഷവും സ്ത്രീകളുടെ രക്ഷയ്ക്കുമായിട്ട് എന്തൊക്കെയാണ് ചികിത്സകൾ ഇവിടെ ചെയ്യാറുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗർഭസംരക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടത്തുന്ന പല സ്റ്റഡികളിലും നമ്മളുടെ ഇന്ത്യയിൽ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിവൈകല്യവും അങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നതായിട്ടും ഒരു പുതിയ തലമുറ ഉണ്ടാകുന്നതിന് തന്നെ ഇതൊരു വിഘാതമായിട്ട് വന്നിരിക്കുകയാണെന്ന് പുതിയ സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഗർഭിണി പരിചരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. മുമ്പ് പറഞ്ഞ പോലെ ഈ ആർത്തവചര്യ എന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെല്ലാം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, ഹോസ്റ്റൽ ജീവിതം എല്ലാം കൊണ്ട് ഈ ആർത്തവത്തിന് തന്നെ ഒരു പ്രധാന അതെ അങ്ങനെ ആർത്തവത്തിന് തന്നെ വളരെ പ്രശ്നങ്ങളുണ്ടാവുകയും അത് പിന്നീട് ഗർഭിണിയാവുമ്പോൾ വീണ്ടും ആ കുട്ടിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഗർഭിണിയാവുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ചര്യ ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് കിട്ടുവാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും നല്ലൊരു കുട്ടിയെ കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഗർഭിണി പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ ഛർദി ഉണ്ടാവും, പിന്നെ അപ്പം വിശപ്പില്ലായ്മ, മനംപുരട്ടൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു അസൗകര്യം ഉണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്ന അളവ് കുറച്ചിട്ട് പല തവണയായിട്ട് ആഹാരം കഴിക്കുക. അങ്ങനെ അതും ഇപ്പം ഇങ്ങനെ അച്ചാറ് കുറേശ്ശെയായിട്ട് പല തവണയായിട്ട് 4 മണിക്കൂർ ഇടവിട്ടെന്നോ അങ്ങനെയുള്ള രീതിയിൽ കഴിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ മുളപ്പിച്ച ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് കഴിക്കുക. അപ്പം പോഷകാംശം കിട്ടുകയും ചെയ്യും. ഇപ്പം നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്തോറും ഈ ഛർദി അതിലൊക്കെ കൂടുകയായിരിക്കും ചെയ്യുക. അതേസമയം ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ പല തവണയായിട്ട് കഴിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രസവത്തിന് ശേഷം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്രസവത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ 1.5 മാസം വളരെ ശ്രദ്ധിക്കണം. അപ്പം ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ബീഫും അങ്ങനത്തെ നോൺ വെജൊക്കെ കഴിച്ച് ഭയങ്കര പ്രശ്നങ്ങളാവാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു നടുവേദന, പ്രസവ ശേഷം ഉണ്ടാകുന്ന ഈ നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ് ഇങ്ങനത്തെ ഉണ്ടാകുന്ന ആഹാരചര്യകൾ. അപ്പോൾ ശരിക്കും ആയുർവേദ രീതിയിൽ പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച
12 ദിവസം ഈ മാംസാഹാരം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. 12 ദിവസത്തിന് ശേഷം മാത്രമേ മാംസാഹാരങ്ങൾ ഉപയോഗിക്കാവൂ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 3 ദിവസത്തോളം കഞ്ഞി മാത്രം, പഞ്ചകോലം എന്ന് പറഞ്ഞൊരു മരുന്നിട്ട് കഞ്ഞി മാത്രം കുടിക്കണം. ബോഡി അങ്ങ് ഭയങ്കര ഡെലിക്കേറ്റ്. അതെ. പ്രസവ സമയത്ത് തന്നെ സ്ത്രീയുടെ ശരീരം ഭയങ്കരമായ ഒരു പ്രോസസ്സിലൂടെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തുള്ള രീതിയിൽ വിശപ്പുണ്ടാവില്ല. അപ്പം പതുക്കെ കുറേശ്ശെ ഇങ്ങനത്തെ കഞ്ഞി, പഞ്ചകോലം ഇട്ട് ഉണ്ടാക്കുന്ന കഞ്ഞിയൊക്കെ കുടിച്ച് വിശപ്പുണ്ടാക്കി വരിക. അതിനുശേഷം 12 ദിവസത്തിന് ശേഷം മാത്രമേ മാംസാഹാരം പോലെയുള്ള ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ മറ്റ് ചികിത്സകൾ വേറെ? അതെ, മറ്റ് ചികിത്സകൾ ഇപ്പം ഇങ്ങനെ നമ്മളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ വേദിടുക എന്ന് പറയുന്ന പോലെ 40 മിനിറ്റ് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാം. ഇന്ന് സ്വദേശീയരും വിദേശീയരുമായ അനേകായിരങ്ങളുടെ പ്രതീക്ഷയാണ് ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആയുർവേദം ഒരു വലിയ അനുഭവമായി ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ സ്വത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. വരുന്നവർക്കൊക്കെ അപ്പം എല്ലാവരും ഇവിടെ വന്ന് താമസിച്ച് ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ വന്നു പോവാൻ വന്നിട്ട് ആ ഒരു ദിവസത്തെ വന്നിട്ട് ഔട്ട് പേഷ്യൻസ് പോലെ അങ്ങനെ? ഇതിൽ 2 വിഭാഗങ്ങളുണ്ട്. നമുക്ക് ഇവിടെ OP ഔട്ട് പേഷ്യൻ്റ് യൂണിറ്റും ഉണ്ട്, ഇൻപേഷ്യൻ്റ് യൂണിറ്റും ഉണ്ട്. നമുക്ക് അടുത്തുള്ള ആളുകൾക്ക് ഈവൻ ചികിത്സകളാണെങ്കിൽ കൂടിയും, കൺസൾട്ടേഷൻ മാത്രമല്ല ചികിത്സകളാണെങ്കിൽ കൂടിയും അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ചികിത്സ കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിച്ച് തിരിച്ചു പോകാനുള്ള സൗകര്യവും അടുത്ത ദിവസം വന്ന് ചികിത്സ ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ കായ ചികിത്സയെ പറ്റി സൂചിപ്പിച്ചല്ലോ. പ്രധാനമായും ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ ചികിത്സയുള്ളത്? സന്ധി രോഗങ്ങൾ, ആയുർവേദത്തിൽ സന്ധിയെ ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ പറയുന്നുണ്ട്. സന്ധി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്സ്, അസ്ഥികൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ. ഇവിടെ ആമവാദം, വാതരക്തം, സന്ധിവാദം, അങ്ങനെ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ സന്ധിയെ ബാധിക്കുന്നതായി ആയുർവേദം പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സന്ധി രോഗങ്ങളുമായിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം, ആയുർവേദത്തിലെ 20 തരം പ്രമേഹങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 20 തരം പ്രമേഹങ്ങളെ പറ്റി ആയുർവേദം 20 തരത്തിലായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടാണ് ചികിത്സിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന 10 തരത്തിലുള്ള പ്രമേഹങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതുകൂടാതെ മറ്റ് വാതരോഗങ്ങളെന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ശരീരത്തിലെ ചലന പ്രക്രിയ, അതായത് നമ്മളുടെ ലോക്കോമോഷൻ, നമ്മൾ നടക്കുന്നതിനെയോ അല്ലെങ്കിൽ കൈകളുടെ മൂവ്മെൻറ്റ്സിനെയോ മറ്റൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ, മറ്റു വേദനയോട് കൂടിയിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള പല കണ്ടീഷൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ വാതരോഗങ്ങൾ എന്ന് പറയുക. ഇതിനുള്ള ചികിത്സ വളരെ ഇഫക്റ്റീവായിട്ട് 80 വാതരോഗങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആയുർവേദത്തിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിനോമിന. ഈ ശാസ്ത്രം ഒരുപക്ഷെ ഒരു 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ് നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് അവർ 20 തരം പ്രമേഹങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞിരുന്നു. അത് ഇന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരന്ന് എഴുതി വെച്ച അതേ പച്ചമരുന്നുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള പനികൾ, ഇപ്പോൾ പനിയുടെ കാലഘട്ടമാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായിപ്പോൾ വിവിധ തരത്തിലുള്ള പനികൾ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചികിത്സയ്ക്കും ധാരാളം, എസ്പെഷ്യലി 4 വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ഗുനിയയുടെ ഒരു എപ്പിഡമിക് ഉണ്ടായപ്പോൾ ഒരുപക്ഷെ അപ്പോഴാണ് കേരള സമൂഹത്തിലേക്ക് ആയുർവേദം ഏറ്റവും ശക്തമായി കടന്നു വന്നത്. കാരണം അലോപ്പതി വൈറൽ ഫീവർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത കാലഘട്ടത്തിൽ ആയുർവേദമാണ് ഏറ്റവും അധികം ആളുകൾക്ക് റെഫ്യൂജ് നൽകിയത്. അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ ത്വക്ക് രോഗങ്ങൾ, നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് സ്കിൻ ഡിസീസസ്, സോറിയാസിസ്, അങ്ങനെയുള്ള എക്സീമാസ്. ആയുർവേദത്തിൽ ഈ പറയുന്ന പോലെ 18 തരം ത്വക്ക് രോഗങ്ങൾ, 18 അല്ലാതെ കുഷ്ഠമെന്നൊരു ഒരു വിഭാഗത്തിൽ തന്നെ 18 അസുഖങ്ങൾ, പിന്നെ വിസർപ്പം, അങ്ങനെ ഒരു 10-40ഓളം ത്വക്ക് രോഗങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആരോഗ്യത്തോടെ ജീവിക്കുവാനും ആശ്വാസത്തോടെ നിശ്വസിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ യാതുരാലയം എന്നും ഒരു ശാന്തി മന്ത്രമാണ്. ഗുരുപുണ്യമായി ലഭിച്ച സർഗസിദ്ധിയുടെ വെളിച്ചം പ്രകൃത്യുപാസനയുടെ വീഥികളിൽ ചൊരിയുവാനുള്ള ജന്മനിയോഗത്തിന്റെ പൂർത്തീകരണത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ മനസ്സിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിൽ കർമ്മം കൊണ്ട് നമുക്കും പങ്കാളികളാകാം.